ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വെറുതെ എന്തിനോ ഇവിടെ വന്നപ്പോൾ ഞാനൊരു സൂത്രം കണ്ടു കേട്ടോ. അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഫീസായ 2 ബൾബാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പണ്ടെങ്ങാണ്ട് കണ്ട ഒരു വീഡിയോ ഓർമ്മ വന്നു. അപ്പം നമുക്കും അത് പരീക്ഷിച്ചാൽ എന്താണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവരാവേ. അങ്ങനെ ഞാനിത് 2 നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ 2 വലിപ്പം വ്യത്യാസമുണ്ട് കേട്ടോ. ഒരെണ്ണം നല്ല നീളമുള്ളത്, ഒരെണ്ണം നീളം കുറഞ്ഞതാണ്. എന്തായാലും നമുക്കിത് വെച്ച് ഒരു സൂത്രം ചെയ്താലോ. ഞാനിതിൽ നീളമുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്, മറ്റേത് ഞാനങ്ങ് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിത് വെച്ച് ഒരു ഐറ്റം ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ ബൾബിൻ്റെ ഈ മുകളിലുള്ള ഈ പോർഷൻ നമുക്ക് ഇതിൽ നിന്നൊന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. നല്ല പ്രയാസമുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടൈറ്റാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ ഇതുപോലെ ഇളക്കി നോക്കിയിട്ടുണ്ട്. അത് നല്ല ഈസി ആയിട്ട് വന്നതുപോലെയായിരുന്നു. പക്ഷേ ഇന്നുണ്ടല്ലോ എനിക്ക് ഒത്തിരി പാടുപെട്ടാണ് ഞാനിത് ഇളക്കുന്നത്. പിച്ചാത്തിയൊക്കെ വെച്ചിട്ട് ഒത്തിരി ട്രൈ ചെയ്തിട്ടാണ് ഇത് ഇളകി വന്നത്. അതിനകത്തൊരു ഗം പോലെ എന്തോ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അന്നത്തേൽ എനിക്ക് തോന്നുന്നു ഗം ഇല്ലായിരുന്നു. എന്തായാലും ഇത് ഞാൻ ഇളക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഈ പോർഷനാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഞാനൊരു വൈറ്റ് കളറാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഓൾറെഡി വൈറ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ ലെറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് ഇതിന് മുഴുവനായിട്ടൊന്ന് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷന് ഞാൻ റെഡ് കളർ പെയിൻറ്റ് കൊടുക്കുകയാണ്. ഈ ഒരു പ്രതലത്തിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം മാക്സിമം അപ്ലൈ ചെയ്യാതെ, ബ്രഷ് ടച്ച് ചെയ്യാതെ വേണം പെയിൻറ്റ് ചെയ്യാൻ. അങ്ങനെ വെള്ളം ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ സ്പോഞ്ച് എന്തെങ്കിലും യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ഇത് മുഴുവനായിട്ട് ഒന്ന് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഞാൻ ഇയർബഡ്സ് യൂസ് ചെയ്താണ് ഡോട്ട് ഇടുന്നത്. നമ്മൾ ജസ്റ്റ് ഇയർബഡ്സിന് നമ്മുടെ പെയിൻറ്റിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് ഡോട്ട്സ് കിട്ടുന്നതാണ്. അങ്ങനെ ഞാൻ ഇത് മുഴുവനായിട്ടും ഡോട്ട്സ് ഇട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. അതെ, വേറെ ഒന്നുമല്ല, ഒരു മഷ്റൂം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ബൾബിൻ്റെ ഈ ലോവർ പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്, ഞാനിവിടെ റെഡ് കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമുക്കൊരു അടിപൊളി മഷ്റൂം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് മാത്രം വെച്ചിട്ട് ഒരു തൃപ്തി വരുന്നില്ല. ഇതിങ്ങനെ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ ഒരു രസം കാണത്തില്ല. അപ്പം ഞാൻ ഓർത്തു അത് വേറെ എന്തെങ്കിലും കൂടെ ചെറിയ ഒരു മഷ്റൂമും കൂടെ ഇതിനടുത്തൊക്കെ വെച്ചാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നത്. ഈ ഒരു സംഭവം കണ്ടോ, ഇതൊരു ചെറിയ ഒരു ഗ്ലോബ് പോലെ ഇരിക്കുന്ന സംഭവമാണ്. ഇതെൻ്റെ മോൻ ഒരിക്കൽ ജപമാല വാങ്ങിച്ചപ്പം കിട്ടിയതാണ്. ഈ ബോക്സിനകത്താണ് ജപമാല വെച്ച് കിട്ടിയത്. അപ്പം ജപമാല എടുത്ത് യൂസ് ചെയ്തു, ബോക്സ് ഇങ്ങനെ കിടന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഇതേ ഷേപ്പ് അല്ലേ നമ്മുടെ ഈ ബൾബിനും, അപ്പം നമുക്ക് ഇതും കൂടെ എടുത്താൽ എന്താ, ഇത് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതിൻ്റെയും ഒരു പോർഷൻ എടുത്ത് പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻറ്റ് ബ്രഷിൻ്റെ എൻഡ് വെച്ചിട്ട് നമുക്ക് ഇതിലും ചെറിയ ഡോട്ട്സ് ഒന്നിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറിയ മഷ്റൂമിൻ്റെ ടോപ്പ് പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ നമുക്കതിന് താഴെ വെക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെയാണ് ഞാൻ തപ്പി നടന്നപ്പോൾ മമ്മി തയ്ച്ചിട്ടിട്ടിരുന്ന ഒരു നൂലിൻ്റെ ഇതുണ്ടല്ലോ, റോള്, അത് കിടന്നു എം ടി ആയിട്ട്. എന്നാൽ പിന്നെ അതെടുക്കാമെന്ന് ഓർത്തിട്ട് അതിൽ ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. ഇതിന് പിന്നെ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. അത് കാരണം ഞാൻ കുറച്ച് പോർഷൻ മാത്രം, നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തേക്കുന്ന ആ ഒരു ക്യാപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ മഷ്റൂം കിട്ടുവേ. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പഴയ CD ആണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന 2 മഷ്റൂമും ഒന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ അമ്മയും കുഞ്ഞും ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ CD എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യണ്ടായോ, അതുപോലെ വെച്ചിരുന്ന കൊള്ളത്തില്ലല്ലോ. ഒരു പച്ചപ്പും ഒരു പുല്ലൊക്കെ വേണ്ടായോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഉളൻ ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്കതിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ CD ഒരു പച്ച കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ ഉളൻ ത്രെഡ് ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പ് കണ്ടാലും പച്ച കളറിലിരിക്കണം, വൈറ്റ് കളറിൽ നമുക്ക് കാണാൻ പാടില്ല. അതിനായിട്ട് ഞാനൊരു പച്ച പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പച്ച കളർ ഉളൻ ത്രെഡിൻ്റെ ചെറിയ പീസസ് നമ്മുടെ ആ CD ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവേ. ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ. അതായത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ബ്രഷ്, പെയിൻറ്റിങ് ബ്രഷ് വെച്ച് മൊത്തത്തിലൊന്ന് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഉളൻ ത്രെഡ് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള മഷ്റൂമിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.